എൻ്റെ പേര് അഭിഷേക് ടി സജീവ്. കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായിട്ട് UFO എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി വളരെയധികം സെൽഫായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്കൊരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. നമ്മുടെ കൂടെ നമ്മൾക്കറിയാൻ പാടില്ലാത്ത എന്തോ ഒരു സംഗതി ഉണ്ട്. അതെന്താണെന്നുള്ളത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ പലരോടുമായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആദ്യത്തേത്, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം. രണ്ടാമത്തേത്, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. മൂന്നാമത്, താഴെ അതായത് ലൈക്ക് ബട്ടന്റെ നേരെ സൈഡിലായിട്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിന്റെ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുകയും ഈ വീഡിയോക്ക് ഒരു ഹൈപ്പ് പോയിന്റ് കൂടി കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോറിതം ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് കൂടുതൽ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ട് നമ്മൾക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള മതങ്ങളുണ്ട്, ദൈവങ്ങളുണ്ട്, പലതരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ ഒരു സംഗതി നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് ഏകദേശം ഉറപ്പാണ്. ഇതിനെല്ലാം പറ്റി കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നമ്മൾ പലതരത്തിലുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വീഡിയോസ് ഒന്നും കറക്റ്റ് ആയിട്ട് ഓർഡറിൽ കീപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ കാരണം ഇത് വലിയ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒന്നല്ല, നമ്മൾ രണ്ടുപേരും കൂടി ചെയ്യുന്ന ഒരു ചെറിയ ചാനൽ മാത്രമാണ് ഇത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പല രീതിയിലുള്ള കോംപ്രമൈസസ് നമ്മുടെ ചാനലിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. UFO എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്, അത് എന്താണ് ശരിക്കും സംഭവം എന്നുള്ളത് ഇപ്പോഴും ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല. ഇതിന്റെ ചരിത്രം എന്താണ്, ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു സംഗതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയൊക്കെ വന്നു തുടങ്ങിയത്, ഇതിനെ പറ്റിയിട്ടൊന്നും ഒരാളും മലയാളത്തിൽ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതേസമയം നമ്മുടെ ലോകത്തിൽ കണ്ടുവരുന്ന പല ആൾക്കാർക്കും ഇതേപോലുള്ള വളരെയധികം സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, പലതരത്തിലുള്ള സംഭവങ്ങളെല്ലാം ആകാശത്ത് കാണുന്നതായിട്ടുള്ള സൈറ്റിങ്സ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തുള്ളതുപോലെ ഇന്റർനെറ്റോ ടെലിഫോണോ ഇല്ലാത്ത കാലഘട്ടത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ലോകത്തിൽ പലയിടത്തും കിടക്കുന്ന പല ആൾക്കാരും ഒരേപോലത്തെ സംഭവങ്ങളെ ആകാശത്ത് കാണുന്നുണ്ട് എന്ന് പറയുന്നത്. അതായത് ഇത്തരം സംഭവങ്ങളെ നേരിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാർ അവർ മരിക്കുന്നവരെ ആ ഒരു സംഭവം എന്താണെന്നുള്ളത് അവർക്ക് ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. പകരം ഇവർ കള്ളം പറയുകയാണ് എന്ന് മുദ്രകുത്തി നടക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് ഇവർ ജീവിച്ചു വന്നത്. UFO എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ തുടക്കം എപ്പോഴാണെന്നറിയോ? 1561 ജർമ്മനിയിലെ ന്യൂറൻബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ, ആ കാലത്ത് ആൾക്കാർ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാടധികം ഒബ്ജക്റ്റുകളെ ആകാശത്ത് ഇങ്ങനെ പറന്നു നിൽക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളിപ്പോ ഈ ചിത്രത്തിൽ കാണുന്നത് ആ കാലത്തെ ആൾക്കാർ എന്താണോ അന്ന് കണ്ടത് അത് വരച്ചെടുത്തേക്കുന്നതാണ്. അവരെന്ത് കണ്ടത്, ആകാശത്ത് ബോൾ പോലെ ഇരിക്കുന്ന, അതായത് സ്ഫിയർ ഷേപ്പിലുള്ള പലതരത്തിലുള്ള ഒബ്ജക്റ്റുകളും, അതുപോലെ തന്നെ ക്രോസ് ഷേപ്പുള്ള ഒബ്ജക്റ്റുകളും, ട്യൂബ് ഷേപ്പുള്ള ഒബ്ജക്റ്റുകളും, സിലിണ്ടർ ഷേപ്പുള്ള ഒബ്ജക്റ്റുകളും, അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളാണ് അവർ അന്ന് ആകാശത്ത് കണ്ടത്. ഇത്തരം സംഭവങ്ങളെല്ലാം സൂര്യന്റെ അടുത്ത് വെച്ചിട്ടാണ് കണ്ടത് എന്നുള്ളൊരു കാര്യം ഇവർ വളരെയധികം വ്യക്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിരിക്കുന്നത് ഒരാളല്ല, ഒരു നാട് മുഴുവന് കണ്ട കാര്യമാണ് ഞാനിപ്പോ ഈ പറയുന്നത്. ഇത് കണ്ടു നിന്ന ആൾക്കാർ പറയുന്നത് ഒരു സിലിണ്ടർ ഷേപ്പുള്ള വലിയ എന്തോ ഒരു സംഭവത്തിന്റെ അകത്ത് നിന്ന് ചെറിയ ചെറിയ സ്ഫിയർ ഷേപ്പിലുള്ള, അതായത് ഉണ്ട പോലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതായിട്ട് ഇവരെ കാണുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തെ മുഴുവനും അവർ ഒരു യുദ്ധമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതായത് ആകാശത്ത് നടക്കുന്ന ഒരു ബാറ്റിലായിട്ടാണ് ശരിക്കും അവർ കണ്ടിരുന്നത്. പിന്നീട് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ചിലതെല്ലാം ഭൂമിയിൽ വന്ന് ക്രാഷ് ചെയ്ത്, അതായത് ഭൂമിയിൽ വന്ന് പതിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞത് ജസ്റ്റ് ഒരു സമ്മറി മാത്രമാണ്. ശരിക്കും ഇത് എത്ര അധികം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം 1556 സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബേസിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവരും ഇതേപോലെ തന്നെ ഒരുപാടധികം കറുത്ത ബോൾ പോലത്തെ സംഭവങ്ങൾ ആകാശത്ത് ഇങ്ങനെ പറന്നു നിൽക്കുന്നതായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ഈ ഒരു ഇവന്റ് 3 ദിവസത്തോളം ലാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് 3 കംപ്ലീറ്റ് ഡേ ആ ഒരു സംഭവം ആകാശത്ത് തന്നെ ഇങ്ങനെ വന്ന് അപ്പിയർ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ ഇവർ ഒരുപാടധികം കാര്യങ്ങൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവർ കണ്ടിരിക്കുന്ന ഈ ഒബ്ജക്റ്റുകളെല്ലാം വളരെയധികം ഹൈ സ്പീഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ ഒബ്ജക്റ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നുണ്ട്.
എല്ലാത്തിന്റെയും അവസാനം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എങ്ങോട്ടോ പറന്നു പോകുന്നു, അല്ലെങ്കിൽ മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോകുന്നു. അങ്ങനെയൊക്കെയാണ് ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഇതെല്ലാം സംഭവിക്കുന്നത് കുറെ 100 വർഷങ്ങൾക്ക് മുന്നെയാണ്. ടെക്നോളജി എന്താന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു കാലഘട്ടത്താണ് ഞാൻ ഈ പറയുന്നത്. പിന്നീട് 1896-97 ഈ വർഷങ്ങളിൽ മിസ്റ്ററി എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം സംഭവിച്ചായിരുന്നു. 1903 റൈറ്റ് ബ്രദേഴ്സ് ആദ്യമായിട്ട് ഒരു വിങ്ഡ് എയർക്രാഫ്റ്റ് കണ്ടുപിടിക്കുന്നത്, അതായത് വിമാനത്തെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇത്ര അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളെ ഇവർ കണ്ടിരിക്കുന്നു എന്നാണ് ഈ ഒരു വിറ്റ്നസസ് ഒക്കെ പറയുന്നത്. അവരെന്താണ് കണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് കളറിലുള്ള വലിയൊരു സ്പേസ് ക്രാഫ്റ്റ്, അതിൻ്റെ അകത്ത് ഒരുപാടധികം സെർച്ച് ലൈറ്റുകൾ അവർ കാണുന്നു എന്നാണ് ഇവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ഇതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെയധികം ശക്തമായിട്ടുള്ള കാറ്റിനെതിരെയാണ് ഈ ഒരു സംഭവം പറക്കുന്നത്. എന്നിട്ട് പോലും ഇതിന് വളരെയധികം എഫേർട്ട്ലെസ്ലി പറക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഇവർ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തെ ടെക്നോളജി ഉപയോഗിച്ച് മനുഷ്യർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള മെനൂവറാണ് ശരിക്കും ഈ ഒരു സംഗതി ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഭവം ആ കാലഘട്ടത്തിൽ അത്യാവശ്യത്തിൽ കൂടുതൽ വൈറലായി പോയ ഒരു വാർത്തയാണ്. ഇപ്പോ ഈ പറക്കും തളിയ അല്ലെങ്കിൽ UFO എന്ന് പറയുന്ന ഒരു ടേം ആ കാലഘട്ടത്തിൽ ശരിക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തെ അവർ ആകാശത്ത് കണ്ടു എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ മെക്കാനിക്കൽ ആയിട്ടുള്ള ശബ്ദം ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇത്തരം റിപ്പോർട്ടുകളിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അതേ വർഷം തന്നെ വേറൊരു വാർത്തയും കൂടി പുറത്തേക്ക് വന്നായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ഒരു വലിയ സംഭവം അത് ഒരു ഒരു കാറ്റാടിനെ പോയി ഇടിച്ചു എന്നുള്ളതും, ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ ഈ ഒരു വലിയ സംഭവം അവിടെ താഴത്തേക്ക് വന്ന് തകർന്ന് വീണു എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഈ കാറ്റാടി നിന്നിരുന്നത് അവിടെയുള്ള ഒരു ലോക്കൽ ജഡ്ജിന്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവം തകർന്ന് താഴത്തേക്ക് വീഴുകയും അതിന്റെ അകത്തുണ്ടായിരുന്ന നോൺ ഹ്യൂമൻ ബയോളജിക്കൽ എൻറ്റിറ്റീസിന്റെ ലോക്കൽ സെമിറ്റേരിയിൽ കൊണ്ട് കുഴിച്ചിട്ടു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇത്തരം റിപ്പോർട്ടുകളിലൂടെ പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ആ കാലത്തെ ശാസ്ത്രം ഒരിക്കലും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം ശാസ്ത്രീയപരമായി ടെക്നോളജിക്കൽ പരമായി ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെ മനുഷ്യർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം അന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. 1897 എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യർ വിമാനം പോലും കണ്ടുപിടിക്കാത്ത ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തൊക്കെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രവും കൂടെ നിൽക്കില്ല. അതായത് ഈ ഒരു സംഭവം എല്ലാം സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിരുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയുകയാണ് ഇതെല്ലാം വെറുതെ ആണെന്നുള്ളത്. ഇത് നടന്നിരിക്കുന്ന സ്ഥലത്തെ മേയർ അടക്കം ഒരുപാടധികം ആൾക്കാർ ഈ ഒരു സംഭവത്തിന് ദൃക്സാക്ഷികളാണ്. 1942-45 വേൾഡ് വാർ 2യുടെ സമയത്താണ് അടുത്ത സംഗതി നടക്കുന്നത്. ഒരു ബോംബർ ക്രൂ യൂറോപ്പിന്റെ പസഫിക് ഓഷ്യന്റെ മുകളിലൂടെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവർ എന്തൊക്കെയോ സംഭവത്തെ ആകാശത്ത് കാണുന്നു. ഇതിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇവർ ഇത് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം ശരിയാണ്. പക്ഷെ പിന്നീട് അവർ നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം, നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് 1942 ഈ ഒരു പെർട്ടിക്കുലർ സംഭവം ഇവർ പറയുന്നത് ഒരു ഉണ്ട പോലത്തെ ഒരു സംഭവമാണെന്നുള്ളതാണ്. അത് ഇവർ പറക്കുന്ന ഒരു വിമാനമില്ല, ഒരു ബോംബറില്ലേ, അതിന്റെ സൈഡിൽ കൂടെ, അതായത് ആ വിമാനത്തിന്റെ ഒരു ചിറകിന്റെ അറ്റത്തൂടെ തന്നെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഗതി ഈ വിമാനത്തിന് ചുറ്റും ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ വട്ടം ചുറ്റുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഒരു വളരെയധികം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് കണ്ടിരിക്കുന്നത് 1-2 ആൾക്കാരല്ല, ഈ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഈ ഒരു സംഭവത്തെ കണ്ടിട്ടുണ്ട്. റെഡ്, ഓറഞ്ച്, വൈറ്റ് ഈ 3 കളറിലുള്ള പ്രകാശമാണ് ഈ ഒരു സംഗതി പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇവർ വളരെയധികം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് സംഭവിച്ചത് വളരെയധികം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മെനൂവർ ആയിരുന്നു. അതായത് ഈ ഒരു സംഭവം ഇത്ര അധികം വേഗത്തിലൂടെ പോകുന്ന വിമാനത്തിന്റെ അടുത്തൂടെയാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് ഈ ഒരു സംഭവം നൈസായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പറന്നു പോകുന്നു, ഇൻസ്റ്റന്റേനിയസ്ലി ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നു. അതായത് ഇപ്പോൾ ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടുള്ള ഒരുപാട് UFO ഫയൽസ് ഇല്ലേ, അതിന്റെ അകത്തും ഇതേപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരുപാടധികം പറക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചു തരാം. ഏകദേശം ഇതേപോലത്തെ തന്നെ ഒരു മെനൂവർ അവർ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം അത്ര സുപരിചിതമായിട്ടൊരു സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഈ ഒരു സംഭവത്തെ ചിലപ്പോൾ ഒരു എനിമി എയർക്രാഫ്റ്റ് ആയിരിക്കുമെന്നോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിന്റെ ഒരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്ന് തള്ളിക്കളഞ്ഞതാണ്. ഇത് കണ്ടിരിക്കുന്നത് മിലിറ്ററി ആയതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അവർ ആരംഭിച്ചായിരുന്നു. ഈ ഒരു സംഭവം കാരണം ഈ വിമാനത്തിനോ ഈ വിമാനത്തിന്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ യാതൊരു കുഴപ്പവും വന്നിട്ടില്ല.
അതുകൊണ്ട് തന്നെ ഇത് ഒരു ത്രെറ്റ് അല്ല എന്നുള്ളൊരു രീതിയിൽ അവർ ആ ഒരു സംഭവത്തെ ഡിസ്മിസ് ചെയ്തതാണ്. ഇങ്ങനൊരു സാധനത്തെ ഇവർ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഇതിന് ശാസ്ത്രീയപരമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ വേണമല്ലോ. അതുകൊണ്ട് തന്നെ മിലിറ്ററി സയന്റിസ്റ്റുമാർ ഈ ഒരു സംഭവത്തെ ചിലപ്പോൾ ഒരു ബോൾ ലൈറ്റ്നിങ് ആയിരിക്കും എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കാൻ നോക്കിയായിരുന്നു. സെന്റ് എൽമോസ് ഫയർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ പ്രതിഭാസമാണ് എന്ന് പറഞ്ഞായിരുന്നു അന്ന് അവർ ഈ ഒരു സംഭവത്തെ കാറ്റഗറൈസ് ചെയ്തത്. ഇത് അതാണെന്ന് തന്നെ പറയുന്നില്ല, ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ് കൊടുത്തിരുന്നത്. പക്ഷെ അതിനെ ഇങ്ങനെ വെട്ടിക്കളയുന്നത് പോലെയാണ് ഇതിന്റെ പൈലറ്റുമാരും അതിനകത്തിരുന്ന ക്രൂസും പറഞ്ഞത്. കാരണം ഒരിക്കലും ഒരു നാച്ചുറൽ ഫിനോമിനന് ഇത്തരത്തിലുള്ള ഒരു ഇന്റലിജന്റ് മിനോവർ ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് നിങ്ങളൊരു ആളെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു സംഭവത്തെ ഇവിടെ കാണുന്നു, ആ ഒരു സംഭവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് 100% ഉറപ്പാണ്. എന്നിട്ട് വേറൊരാളിങ്ങനെ വന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു സംഭവത്തെ കണ്ടിട്ടില്ല, അത് വേറെ എന്തോ ആണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെയാണ് ആ ഒരു അതേ റിയാക്ഷൻ തന്നെയാണ് ഇവരും കൊടുത്തിരുന്നത്. അങ്ങനെ 2-3 വർഷം മുന്നോട്ടേക്ക് പോയി 1947 എത്തുന്നു. ആ കാലഘട്ടത്തിൽ കെനെത്ത് അർണോൾഡ് എന്ന് പറയുന്ന ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ വാഷിംഗ്ടണിലുള്ള മൗണ്ട് റേനിയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം വളരെയധികം അൺയൂഷ്വൽ ആയിട്ടുള്ള, ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൈറ്റിംഗ് കാണുന്നത്. ഇദ്ദേഹം പറയുന്നത് ഒരു സോസറിന്റെ ഷേപ്പിലുള്ള 9 പറക്കുന്നിളകളെ ഇദ്ദേഹം ആകാശത്ത് ഒരു ഡയഗണൽ ഫോർമേഷനിൽ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് കാണുന്നു. ഇദ്ദേഹം ഒരു പൈലറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം പോകുന്ന ആ ഒരു വേഗത, അത് മലകളുടെ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഇദ്ദേഹത്തിന്റെ അന്നത്തെ ആ ഒരു കാൽക്കുലേഷൻ ഉപയോഗിച്ച് 1200 മൈൽസ് പെർ അവർ വേഗത്തിൽ, അതായത് ഒരു 1600 കിലോമീറ്റർ പെർ അവർ വേഗതയിലൂടെയാണ് ഈ ഒരു സംഭവം പറന്നു പോയിക്കൊണ്ടിരുന്നത്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 2 മടങ്ങ് വേഗതയിലൂടെയാണ് ഈ ഒരു സംഗതി പറന്നു പോയിക്കൊണ്ടിരുന്നത്. 1947 ശബ്ദത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള പേടകങ്ങളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇദ്ദേഹം ഈ ഒരു സംഭവത്തെ വർണ്ണിക്കുന്നത് വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചാടി 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 പോകുന്ന കല്ലുകളായിട്ടാണ്. ഈ ഒരു സംഭവത്തെ പറ്റി ഇദ്ദേഹം പുറത്തു വന്ന് പറയുന്നത് ഒരു സോസർ ഷേപ്പ് ഒബ്ജക്റ്റ് ആയിട്ടാണ്. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം വാർത്ത ഏറ്റെടുക്കുന്നു. എന്നിട്ട് അവർ ഈ ഒരു സംഭവത്തെ റീഫ്രെയിം ചെയ്ത് ഫ്ലൈയിങ് സോസർ എന്നുള്ളൊരു വാക്ക് അവരിങ്ങനെ ഇട്ടുകൊടുത്തതാണ്. അതായത് ഫ്ലൈയിങ് സോസർ എന്ന് പറയുന്ന ഒരു വാക്ക് അത് വന്നത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിലൂടെയാണ്. അതായത് ഏതോ ഒരു പത്രക്കാരൻ എഴുതി വിട്ട ഒരു വാക്കാണ് ശരിക്കും അത്. ഈ ഒരു ഇൻസിഡന്റ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതും ഈ ഒരു സംഭവം ഒരു പൈലറ്റും കൂടിയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങോട്ട് ആരംഭിക്കുന്നു. അങ്ങനെയാണ് പ്രൊജക്ട് സൈൻ എന്ന് പറയുന്ന ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 1947 ഇത് തുടങ്ങി വെക്കുന്നത്. പിന്നീട് 1947 തൊട്ട് 1969 വരെയുള്ള ഒരുപാടധികം പറക്കുന്നളികൾ ഇത്തരത്തിലുള്ള ഡാറ്റയും എല്ലാം ഇവരെല്ലാവരും കളക്ട് ചെയ്യുന്നു. എന്നിട്ട് 1976 ഇവർ കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും പ്രൊജക്ട് ബ്ലൂ ബുക്ക് എന്നുള്ള ഒരു പേരിൽ പുറത്തേക്ക് വിടുന്നു. അമേരിക്കയിലെ US എയർഫോഴ്സ് ആണ് പ്രൊജക്ട് ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഭാഗമായി 12,218 പറക്കുന്നകളുടെ റിപ്പോർട്ടുകളാണ് അവർ കളക്ട് ചെയ്തിരിക്കുന്നത്. അതായത് സിവിലിയൻ ആയിക്കോട്ടെ, മിലിറ്ററി ആയിക്കോട്ടെ, കമ്പൈൻ ചെയ്തിട്ട് ഇത്ര അധികം റിപ്പോർട്ടുകൾ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും റിപ്പോർട്ടുകളിൽ മെജോറിറ്റി അത് മിസ് ഐഡന്റിഫിക്കേഷൻ ആയിരുന്നു എന്നുള്ളൊരു കാര്യം ഇവർ കൺഫേം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ 701 റിപ്പോർട്ടുകൾ അത് ഇപ്പോഴും റിസോൾവ് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം അതെന്താണെന്നുള്ളത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതോടൊപ്പം ഇതേ വർഷം തന്നെ പ്രൊജക്ട് ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവ് ഷട്ട് ഡൗണും ചെയ്തായിരുന്നു. പിന്നീട് 1994-95 ആ കാലഘട്ടത്താണ് ഈ ലോകത്തെ പിടിച്ചു കുലുക്കിയിട്ടുള്ള റോസ്വെൽ എന്ന് പറയുന്ന ഒരു പറക്കുന്നളിയുടെ ഇൻസിഡന്റിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തേക്ക് വരുന്നത്. ഈ റിപ്പോർട്ടുകളിലൂടെ പറയുന്നത് ഇത് പ്രത്യേകിച്ച് UFO അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമല്ല, ഇത് ഈ പറയുന്ന പോലെ ഒരു വെതർ ബലൂൺ ആയിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകളിലൂടെ പറയുന്നത്. അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നീട് 2017-2020 കാലഘട്ടങ്ങളിൽ പെന്റഗൺ ഒരു വീഡിയോ റിലീസ് ചെയ്യുന്നു. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ലോകത്തെ പിടിച്ചിങ്ങനെ കുലുക്കിയ ഒരു വീഡിയോ ആണ് ശരിക്കും അത്. ആ വീഡിയോ നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ലോകം ആദ്യമായിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ഒരു പറക്കുന്നളിയുടെ വീഡിയോ, അത് ഗവൺമെന്റ് റിലീസ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നത് ഇപ്പോഴാണ്. പിന്നീട് 2021-2023 കാലഘട്ടങ്ങളിൽ ODNI എന്ന് പറയുന്ന ഒരുപാട് റിപ്പോർട്ടുകളെല്ലാം പുറത്തേക്ക് വരുന്നു. പിന്നീട് 2023 തൊട്ട് ഇപ്പോൾ വരെ AARO, NARA, റെക്കോർഡ് ഗ്രൂപ്പ് 615 അങ്ങനെ ഒരുപാട് അധികം റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് UFO എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി മാത്രമാണ്. പിന്നീട് സമയം 2026 വരെ എത്തുന്നു. പെന്റഗൺ ഒഫീഷ്യലി ഒരുപാടധികം പറക്കുന്നവരുടെ വീഡിയോ ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അത് ബാച്ച് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്.
ആദ്യത്തെ റിലീസ് വരുന്നത് മെയ് 8 അതായത് 1944 തൊട്ട് ഇന്ന് വരെയുള്ള ഒരുപാടധികം വീഡിയോസ്, അതായത് 1.3 GB സൈസ് വരുന്ന വീഡിയോസും 1.2 GB സൈസ് വരുന്ന ഡോക്യുമെന്റ്സ് ആണ് അവർ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബാച്ച് റിലീസ് ചെയ്യുന്നത് മെയ് 22 അതിന്റെ അകത്ത് CIA, DOW, DOE, ODNI അവരുടെ എല്ലാം ഒരുപാടധികം വീഡിയോസ്, അതായത് 5.6 GB സൈസ് വരുന്ന വീഡിയോസ് ആണ് ശരിക്കും ആ തവണ റിലീസ് ചെയ്തത്. മൂന്നാമത്തെ ബാച്ച് എന്ന് പറയുന്നത് ജൂൺ 12 ആ സമയത്ത് നാസ, FBI, CIA അവരുടെ കൈവശമുള്ള ഒരുപാടധികം ഡോക്യുമെന്റ്സ് വീഡിയോസുമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ബാച്ച് വരുന്നത് ജൂലൈ 10 അതായത് സെൻസർ ഡേറ്റ, നാസ, ഫ്ലൈറ്റ് ടെലിമെട്രി കൺട്രോൾ, അപ്പൊ അതിനൊക്കെയുള്ള ഒരുപാടധികം ഡാറ്റാസ് ആണ് പിന്നെ റിലീസ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ ബാച്ച് വരുന്നത് ഈ മാസമാണ്, അതായത് ഓഗസ്റ്റ് 7 അതിൻ്റെ അകത്ത് 41 പുതിയ ഫയലുകൾ, അതിൻ്റെ അകത്ത് 16 വീഡിയോസും 3 ഇമേജസും 22 PDF ആണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം റിലീസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലോകത്തേക്കാണ്. Good morning. My name is Carl Wolf, and I was a precision electronics photographic repairman with a top secret crypto clearance in the United States Air Force. I was stationed at Langley Air Force Base in Virginia. He did. About 30 minutes into the process, he said to me, in a very distressed way, by the way, we've discovered a base on the backside of the moon. And then he proceeded to put photographs down in front of me, and clearly in these photographs were structures, mushroom-shaped buildings, spherical buildings, and towers. And at that point, I was very concerned because I knew we were working on compartmentalized security. He had breached security, and I was actually frightened at that moment. And I did not question him any further. And a few moments later, someone did come into the room. I worked there for 3 more days, and I remember going home and naively thinking, I can't wait to hear about this on the evening news. And here it is, more than 30 years later, and I hope we hear about it tonight. And I will testify under oath before Congress that what I'm saying is the truth. Well, okay, it's not a conspiracy theory. Okay, and but I have long been on this UAP thing, and now I've sort of surrendered that portfolio to someone else who you know well, who's very much in charge of the UAP issue. Again, it's not what I say is I don't know who it is, I don't know what it is, but there are things flying over our military installation and they're not ours, and we should look into this, be serious about it. And I did that for a long time in the Senate, and it had 2 benefits. The first is that obviously it's a legitimate topic, and the second is whatever the news of the day was, it was controversial, and a reporter comes up to you and you say to them, look, I don't have time for these questions about politics. Do you realize there's things flying over airspace? We don't know what they are. And the reporter's like, oh, what do you know? Tell me more. So it was extraordinarily effective as a diversionary tactic in addition to. Now that said, it's also a very legitimate topic that we should be covering. So I don't call it a conspiracy. I don't know the answer to any of it. I'm just, asking the questions about, we should know what's flying over our airspace. But I don't think that's a conspiracy theory as much as it is just, it can be in some sense because people do believe we're covering something up. And I assure you, like in this administration, if we knew, like the president would be all over. Like there would be, prime time address. He would, he'd be showing the pictures and the videos. But, Stephen's on that case now, and I think he's doing a great job. If you believe we have crashed craft, stated earlier, do we have the bodies of the pilots who piloted this craft? As I've stated publicly already in my News Nation interview, Biologics came with some of these recoveries, yeah. Were they, I guess, human or non-human biologics? Non-human, and that was the assessment of people with direct knowledge on the program I talked to that are currently still on the program. Then, and I've talked to those pilots, and they know they saw something, and their radars locked onto it. And then all of a sudden it was here on the surface, and then it's there. And they don't know what it is, and we don't know what it is. കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഇതെല്ലാം വെറുതെ ഒരു കോൺസ്പിറസി തിയറി മാത്രമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് പല കാര്യങ്ങളും നമ്മൾ കാണാണ്ടിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല ഇൻസിഡൻസിനും സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാടധികം എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതിലൂടെ ഇത്തരത്തിലുള്ള പല കേസുകളും ഡീബങ്ക് ചെയ്യപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നിച്ചേക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ഡീബങ്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഡീബങ്ക് ചെയ്യപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കേസ് എടുക്കുക, എന്നിട്ട് അത് എങ്ങനെയാണ് ഡീബങ്ക് ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ചുമ്മാ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അത് അന്വേഷിക്കുമ്പോൾ ഒരുപാടധികം കോർണേഴ്സ് അവർ കട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഒരുപാടധികം അസംഷൻസ് അവരവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒറ്റ വാക്കിലൂടെ, അതായത് ഡീബങ്ക് ചെയ്യപ്പെട്ടതാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു സംഭവം കോൺസ്പിറസി ആണ് എന്ന് വിചാരിക്കരുത്. ഇതിനെല്ലാം പറ്റി വർഷങ്ങളായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവനും റിസർച്ച് ചെയ്യുന്ന ഒരുപാടധികം വ്യക്തികൾ നമ്മുടെ ലോകത്തുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ലൈഫിന്റെ വർക്കാണ് നമ്മളെല്ലാവരും ശരിക്കും ഡീബങ്ക്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നത്. നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി വരാനുള്ളതിന്റെ പ്രധാന കാരണം
ശാസ്ത്രം പറയുന്നത് മുഴുവനും ശരിയാണ് എന്ന് നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കണം, നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം വേണം. ഇത്തരം വിഷയങ്ങളിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാടധികം വർഷം നീണ്ടു നിൽക്കുന്ന പ്രയത്നത്തിന്റെ ആവശ്യമുണ്ട്. സയൻസിനെ പൂർണ്ണമായിട്ടും അടച്ചാക്ഷേപിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ, പകരം അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് താങ്ക് യു ഞാൻ പറയുന്നു. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.